നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ജർമ്മനി റൗണ്ട് ഓഫ് 32 പരാഗ്വയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പൊട്ടിപ്പുറത്തായല്ലോ. പുറത്തായതിനു ശേഷം ജോഷുവ കിമിച്ച് പറയുന്നു ഈ പുറത്താകൽ ഞങ്ങൾ അർഹിച്ചിരുന്നു എന്ന്. പക്ഷെ അതിനിടക്കും ചില വാക്കുകളുണ്ട്. ഇതാണ് ജർമ്മനി. കിമിച്ചിൻ്റെ വാക്കുകൾ നോക്കാം. അദ്ദേഹം പറയുന്നു, ഇറ്റ് ഫീൽസ് ടെറിബിൾ. തോറ്റതിന് വലിയ രൂപത്തിൽ നിരാശ പ്രകടിപ്പിക്കുകയാണ്. ഇറ്റ് ഫീൽസ് ടെറിബിൾ. ഞങ്ങൾ നല്ല രൂപത്തിലല്ല ഞങ്ങളുടെ എതിരാളികളോട് കളിച്ചത്. ഇപ്പോൾ നോക്കുക, ഞങ്ങൾ വളരെ മോശമായിട്ട് ബാഡ്ലി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ആരോടാണ്? ഇൻ ഓൾ 3 മാച്ചസ് അഗെയിൻസ്റ്റ് ടീംസ് ദാറ്റ് ആർ ഇൻ വേൾഡ് ക്ലാസ്. ലോകോത്തര നിലവാരമില്ലാത്ത ടീമുകളോട് കഴിഞ്ഞ 3 കളികളിൽ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പോൾ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ എലിമിനേഷൻ വി ഡിസേർവ് ടു ബി എലിമിനേറ്റഡ്. ഞങ്ങൾ ഈ എലിമിനേഷൻ, ഈ പുറത്താവൽ അർഹിച്ചിരുന്നു. അതിനിടം പറഞ്ഞ വാക്ക് നോക്ക്, ലോകോത്തരമല്ലാത്ത ടീമുകളോട് ഞങ്ങൾ ബുദ്ധിമുട്ടി. ഒരു വലിയ ലോകോത്തരമാണല്ലോ. 2014 ശേഷം ഒരിക്കൽ പോലും ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നപ്പോൾ ഇതാ റൗണ്ട് ഓഫ് 32 പൊട്ടിയിരിക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞത് മറ്റു ടീമുകൾ ലോകോത്തരമല്ല. ഇവരെ തോപ്പിച്ച് മുന്നോട്ട് പോയവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇക്വഡോർ, അതുപോലെ ഇപ്പോൾ ഈ ടീം. അപ്പോൾ ഇവരൊക്കെ, ഇതാണ് ഇവരുടെ ഒരു മെൻറ്റാലിറ്റി. അതിനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതാ പറയുന്നത്, വേൾഡ് ക്ലാസ് അല്ലാത്ത ടീമുകളോട് പോലും ഞങ്ങൾ കഴിഞ്ഞ 3 കളികൾ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോക്ക് അർഹിക്കുന്നില്ല എന്ന്. എങ്ങനെ കേട്ടല്ലോ. ഇതാണ് ഇതിനുള്ളത് കിട്ടുന്നതാണ്. അങ്ങനെ എഴുതിയാൽ മതി. ഏതായാലും കൈ ഹവേർട്സ് ഇതിനു ശേഷം പറഞ്ഞത്, ഐ ആം സ്പീച്ച്ലെസ്. ഇത് 2ാമത്തെ വേൾഡ് കപ്പാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈം ആകെ മെസ്ഡപ്പ് ആക്കി. കഴിഞ്ഞ കുറച്ച് ടൂർണമെൻറ്റുകൾ വളരെ ദുരന്തപൂർണ്ണമായിട്ട് മാറുകയാണ്. ഒരേ ഒരു കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്, ഐ ആം സോറി എന്നുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും സ്വയം ഒരു പരിശോധന നടത്തി മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട്. ഞങ്ങളൊരു ഹ്യൂജ് കൺട്രിക്ക് വേണ്ടിയിട്ട്, അതായത് റിച്ച് ഫുട്ബോൾ ഹിസ്റ്ററിയുള്ള ഹ്യൂജ് കൺട്രിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. സോ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് തന്നെ കൈ ഹവേർട്സ് പറയുന്നുണ്ട്. എന്തായാലും ജർമ്മനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതങ്ങ് അംഗീകരിച്ചേക്കുക. അത് ഏത് വലിയ ഫാനാണെങ്കിലും മനസ്സിലാക്കുക. 2014 ശേഷം ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ കോൺഫെഡറേഷൻ കപ്പ് പൊക്കി പിടിച്ച് വരണ്ട. 5-8 ടീമുകൾ മാത്രം കളിക്കുന്ന, അതിനൊരു പ്രാധാന്യമില്ലെന്ന് കണ്ട് ഫിഫ തന്നെ നിർത്തിയ ടൂർണമെൻറ്റാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു എത്താം.